ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് സ്വാഗതം. ഞങ്ങൾ ആഫ്രിക്കയിലാകുന്നു. ആഫ്രിക്കയിൽ വലിയ ദൈവപ്രവൃത്തി നടക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് മനോ സ്റ്റീഫൻ അവറുകളും എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ആഫ്രിക്കയിലെ ഉഗാണ്ടയിലെ കമ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരിക്കുന്നത്. മനോഹരമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ അരികിൽ എത്തിച്ചേരുവാൻ കർത്താവ് അവസരം നൽകുന്നതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾ, കമ്പാലയിലുള്ള സുഹൃത്തുക്കൾ ഞങ്ങളോടൊപ്പമുണ്ട്. കർത്താവിൻ്റെ ദാസന്മാർ ഈ സമയത്ത് ഈ പ്രഥമ നിമിഷങ്ങളിൽ കർത്താവ് അവരിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. എന്നാൽ ആരംഭത്തിൽ അവരൊരു ഗാനം പാടി ആരംഭിക്കുന്നതായിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകമാകുന്ന വളരെ വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് കർത്താവിൽ നിന്ന് യുഗാണ്ടയിൽ പ്രാപിക്കുവാൻ കഴിയുന്നത്. പാസ്റ്റർ അനീഷ് അവറുകൾ ആഫ്രിക്ക ഈസ് കോളിംഗ് എന്നുള്ള മനോഹരമാകുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 2018 യാത്രയുടെ ഫലമായിട്ടാണത് സംഭവിച്ചത്. 2018 മുതൽ കർത്താവിൻ്റെ ദാസൻ ആഫ്രിക്കയിൽ കടന്നു വരുന്നു. യുഗാണ്ടയിൽ, മറ്റ് പല രാജ്യങ്ങളിൽ, റുവാണ്ടയിൽ കടന്നുപോയി. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ കടന്നുപോയി. ആ അനുഭവങ്ങളിൽ നിന്ന് ആഫ്രിക്കയെക്കുറിച്ച് എന്താണ് പാസ്റ്റർക്ക് പറയുവാനുള്ളത്? ആമേൻ. വീണ്ടും ഒരിക്കൽ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ്റെ ചാനലിൽ ജീസസ് റെയിൻസ് എന്ന ഈ പ്രോഗ്രാമിൽ ഞങ്ങളുടെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സാക്ഷികളാകാൻ പറഞ്ഞ് ആ ഒരു വലിയ മാൻഡേറ്റ് നിൽക്കുമ്പോൾ തന്നെ ഈ വർഷത്തെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആഫ്രിക്കയിൽ യുഗാണ്ടയിൽ ഈ പ്രിയ സഹോദരന്മാരോട് കൂടെ
സ്പെൻഡ് ചെയ്യുവാൻ ദൈവം കൃപയാൽ സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 7 വർഷങ്ങൾക്ക് മുൻപെയാണ് ആദ്യമായിട്ട് ആഫ്രിക്കയിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചത്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്ന് പാസ്റ്റർ ഫിന്നി സ്റ്റീഫന് കൊടുത്ത് ഒരു ആത്മനിയോഗത്തിലാണ് എന്നെ വിളിക്കുകയും ഇവിടെ പാസ്റ്റർ ചാണ്ടി വർഗീസിൻ്റെ കൂടെ എന്നെ കൊണ്ടുവരികയും ഇവിടുത്തെ ചില കാര്യങ്ങൾ കണ്ട് വളരെ ആത്മഭാരം തോന്നുകയും കർത്താവ് ഞങ്ങളൊരു വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു 3 ക്രൂസൈഡുകളിൽ ആകസ്മികമായിട്ട് പ്രസംഗിപ്പിച്ചു. കമ്പാലയിൽ ഒരു ഓപ്പൺ മീറ്റിങ്ങിൻ്റെ അകത്തും പിന്നീട് ഞങ്ങൾ ഓൺ ദ വേ വരുമ്പോഴത്തേക്ക് ഒരു പരിചയമില്ലാത്ത 2 മീറ്റിങ്ങുകൾക്കകത്തും അങ്ങനെ ആഫ്രിക്കയിൽ ദൈവം ഞങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അന്ന് മുതൽ ആരംഭിച്ച ആ ഒരു ആഗ്രഹവും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ദൈവം ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. ഈ വർഷം കർത്താവ് നമുക്ക് തന്നൊരു വലിയ ബോധ്യം, കഴിഞ്ഞ വർഷത്തെ ഉണർവുമായിട്ട് ബന്ധപ്പെട്ട് ഹോളി സ്പിരിറ്റ് റിവൈവൽ എന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടത്തെ പോലെ ഒരുപക്ഷെ ഗ്രാമങ്ങളിൽ പോയി പ്രസംഗിക്കുവാൻ ദൈവം ഞങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ പകരം അതിൽ നിന്നും ഉണ്ടായി വന്ന് റിസൾട്ടിൽ ഓറിയൻറ്റഡായി വന്ന ചെറുപ്പക്കാരെയൊക്കെ 5-fold മിനിസ്ട്രിയിൽ കരം പിടിച്ച് അവരെക്കുറിച്ചുള്ളൊരു ഹൈ കോളിങ്ങിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ഒരു വളരെ ഷോർട്ട് ട്രിപ്പിലാണ് ഞാനും പാസ്റ്റർ ഫിന്നിയും ഷീബ സിസ്റ്ററും പാസ്റ്റർ ഫിന്നിയുടെ വൈഫ് ഷീബ സിസ്റ്ററുമായിട്ട് ഞങ്ങൾ 3 പേരായിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നന്ദി പറയുന്ന ഒരു ഭവനത്തിലായിരുന്നു. അങ്ങനെ ആ ലഞ്ച് ബ്രേക്കിലാണ് ഞങ്ങളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുവാനും ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന അഭിഷക്തന്മാരെല്ലാം ഞങ്ങൾ ആ വന്ന സമയത്ത് ഞങ്ങൾ പല കാര്യങ്ങൾ സഹായിക്കുകയും ഇവരന്നായിരുന്ന ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഇവരിപ്പോൾ പലരും മെച്ചുവറായിട്ടുള്ള ആളുകളായി പലരും ജോലി ചെയ്യുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ അവർക്ക് ഈസ്റ്റ് ആഫ്രിക്കയെക്കുറിച്ചുള്ളൊരു വലിയ അധികം ആത്മഭാരം ഈ ദിവസങ്ങളിൽ കൊടുക്കുകയും അവരുടെ കോളിങ്ങിലേക്ക് അവർ മടങ്ങി വരുന്ന ഒരു പ്രോസസ്സിലാണ്. അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പം ഫിന്നി പാസ്റ്റർ 2008 ആദ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഏകദേശം അപ്പം 10+7 17 ഇയേഴ്സോളം മുന്നെയാണ് ആഫ്രിക്കയിൽ വന്നത്. അന്നത്തെ കണ്ടീഷനൊക്കെ ഒത്തിരി മാറി, റോഡോ കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. ഇന്ന് എക്സ്പ്രസ് വേയിലാണ് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് കമ്പാലയിലോട്ട് വന്നത്. അന്ന് മണ്ണിട്ട റോഡായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നുമെല്ലാം ഇവിടുത്തെ ചേർച്ചിനും ഒരു റിവൈവൽ ആവശ്യമാണ്. ഇന്ന് ഞങ്ങൾ റീബിൽഡ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചും ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും ദൈവം ഹൈ ആൻഡ് ലോഫ്റ്റി പ്ലേസസിലാണ് വസിക്കുന്നത്. എന്നാൽ ഹൃദയ പരമാർത്ഥതയോടുകൂടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്നവരെ കർത്താവ് ഉണർത്തും എന്നുള്ളൊരു മെസ്സേജാണ് പാസ്റ്റർ ഫിന്നി ഞങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത്. അതിൻ്റെ അകത്ത് ഉരുത്തിരിഞ്ഞ് വന്നൊരു കാര്യമാണ് റീബിൽഡ്. ആ റീബിൽഡിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞത് റിവൈവ്, പിന്നെ റെസ്റ്റോർ ആൻഡ് റീബിൽഡ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് വന്നു. റിപ്പയർ എന്നുള്ള കാര്യത്തിലേക്ക്. അപ്പോൾ അത് പലരെയും പരിശുദ്ധാത്മാവ് തൊട്ടു. ഇവരുടെ പലരുടെ ജീവിതത്തിനകത്തും ഒരു മാറ്റം, കർത്താവിൻ്റെ വേലയിലേക്ക് അവർ തിരികെ വരുവാനും ഈസ്റ്റ് ആഫ്രിക്കൻ ചർച്ചിൽ കർത്താവ് അത് ചെയ്യുമെന്നുള്ളൊരു വലിയ വിശ്വാസത്തിലുമാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. Wow, beautiful. Hallelujah. And also we have our friends with us. All of them are pastors who are committed for Lord's ministry, and you can just greet our dear friends in India. Speak few words, I will translate. Okay. God bless you all. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. My name is Pastor John Masirika. എൻ്റെ പേര് പാസ്റ്റർ ജോൺ മസറിക്ക എന്നാകുന്നു. I'm so glad to receive the men of God. ഞാൻ ദൈവദാസന്മാരെ സ്വീകരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷമുള്ളവനാണ്. We are so blessed here in Africa. ആഫ്രിക്കയിൽ ഞങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. Especially with East African Mission. പ്രത്യേകിച്ചും ഈസ്റ്റ് ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളെ സ്പർശിക്കുവാൻ വേണ്ടിയുള്ള ഒരു നിയോഗമാണ് കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. Thank you so much for your prayers. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. Thank you for your support. ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. God bless you. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Aradhana,
Hallelujah, 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 yes, hallelujah. And pray my Gidama. And pray my Gidama. And Chivane Kaluni Malena Lelike and Chivane Kaluni Malena Lelike. Amen. Hallelujah. Glory to Jesus. Amen. ആ കീബോർഡ് വായിക്കുന്ന ദേവദാസൻ, അദ്ദേഹം വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഒരു ദേവദാസനാണ്. What all languages you speak? You speak French and Lingala, Swahili, Kiganda, Kinyankure, and English, of course, English. Okay. അപ്പം സോ 7 ലാംഗ്വേജോളമായിട്ടുണ്ട്. 6 ഓക്കെ, 6 ലാംഗ്വേജോളമായിട്ടുണ്ട്. അപ്പം അങ്ങനെ വളരെ കഴിവുള്ള പ്രത്യേകമാകുന്ന ചിലർക്ക് ജന്മവാസനകൾ. ഞാനിവിടെ ശ്രദ്ധിക്കുകയായിരുന്നു, കീബോർഡ് പഠിച്ചിട്ടുള്ളവർ ഇവരാരും തനിയെ കീബോർഡ് പഠിച്ചല്ല, എല്ലാവരും വായിക്കുക. അപ്പോൾ ഇന്ന് തന്നെ 3 പേര് വായിച്ചു. അല്ലൻ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും 2 പേര് പെട്ടെന്ന് വരികയാണ്. ഇവരുടെ ആ രക്തത്തിൽ തന്നെ പാട്ടുപാടുവാനും ഒക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള ഗിഫ്റ്റിങ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ബ്രദേഴ്സ് കൂടുതൽ പേരും കോങ്കോയിൽ നിന്നുള്ളവരാണ്. കോങ്കോയിൽ നിന്നുള്ളവർ അവർ പാടുന്നുണ്ട് ഈ 4 പാർട്സ് സോങ്സ്, മനോഹരമായ 4 പാർട്ട് സോങ്സ് പാടാൻ കഴിയും. Musa,
these 4 parts is like bass, soprano, alto, tenor. and tenor. Oh yeah. So Gifted. Gifted. Naturally gifted. നാച്ചുറലി ഗിഫ്റ്റഡ്. അവർ ചർച്ചിൽ ഒരുമിച്ച് കൂടുമ്പോഴും ഈ 4 പാർട്സ് ആണ് അവർ പാടുന്നത്. So that's ഓട്ടോമാറ്റിക് ബേസ് ഉള്ളവർ ബേസ് പാടിക്കോളും അല്ലേ, ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സുപ്രാൻഡോക്കാർ സുപ്രാൻഡോ പാടും. അത് അവർക്ക് അത് ഏതാണോ ഇല്ലാത്ത അത് തനിയെ അങ്ങ് പാടുന്ന ഒരു അനുഭവമാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഹാർമണി സ്വർഗത്തിൽ നിന്നുള്ളൊരു സംഭവം ആയിരിക്കണം, അല്ലാതെ ഇവർ ആരാ ടെക്നിക്കലി പഠിക്കുന്നത്? ഇപ്പം നമ്മുടെ നാട്ടിൽ CSI മാർത്തോമ സഭകളിലൊക്കെ ടെക്നിക്കലി പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഇവർ പാടുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി വരുവാണ്. സിംഗിങ് അലോങ് വിത്ത് ദി ഏഞ്ചൽസ്. സോ ഈ പ്രക്ഷേപണം കാണാൻ നിങ്ങൾ കാണിക്കുന്ന ഈ സന്മനസ്സിന് പ്രത്യേകം നന്ദി. ആഫ്രിക്കയുമായുള്ള ബന്ധത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് ഇവരുടെ മുഖം നിങ്ങളെ കാണിക്കുകയും ചെയ്തത്. അവർ പാടുന്നത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കുവാൻ കഴിയും, കർത്താവേ അങ്ങ് ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്നു, ആഫ്രിക്കയിൽ കൂടുതൽ പ്രവർത്തിക്കണമേ എന്ന് ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. ഞാൻ ഏകദേശം 32 വർഷങ്ങൾക്ക് മുന്നമേ കർത്താവുമായിട്ടുള്ള സമർപ്പണത്തിൽ എത്തിയപ്പോൾ എനിക്ക് കർത്താവ് നൽകിയൊരു ബോധ്യമാണ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഞാൻ ഓർക്കുന്നു, ഞാൻ പാസ്റ്റർ ഫിനിയോ അടുത്ത് ഇടപെടാൻ തുടങ്ങിയ സമയത്ത് പാസ്റ്ററിൻ്റെ കയ്യിൽ വളരെ ഒരു പഴയ നോട്ട്ബുക്കുണ്ട്. ചിലപ്പോൾ അത് പേജ് ഇങ്ങനെ കീറിപ്പോകുമോ എന്ന് തോന്നുന്ന ബുക്കിൽ എല്ലാ രാജ്യങ്ങളുടെ പേര്, പ്രത്യേകിച്ച് ആഫ്രിക്കയുടെ എല്ലാ രാജ്യങ്ങളുടെ പേരും എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ആഫ്രിക്കയെക്കുറിച്ച് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ 1.4 ബില്യൺ ആളുകളാണ് മൊത്തം കോണ്ടിനെൻറ്റിലുള്ളത്. ഇന്ത്യയിൽ 1.5 ബില്യൺ ആളുകളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ആഫ്രിക്കയിലുള്ള മുഴുവൻ ജനതയേക്കാൾ കൂടുതലുണ്ട് ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമ്മൾ അതേപോലെ കൺസേൺഡ് ആകണമെന്ന് ഞാൻ പറഞ്ഞിരുന്ന പോയിന്റ്. ഇന്ത്യക്ക് വേണ്ടി കൺസേൺഡ് ആയതുപോലെ തന്നെ ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺസേൺഡ് ആകണം. പ്രത്യേകിച്ച് ഗോസ്പൽ ആദ്യം എത്തിയ സ്ഥലങ്ങളിലൊന്നും ബൈബിളുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒന്നും ഈ ആദ്യത്തെ വളരെ ഏർലി വേർഷൻസ് ഓഫ് ബൈബിൾ ഉള്ളത് എത്യോപ്യയിലാണ്. ഓക്കെ, ഗോഡ് സ്കിന്നിലാണത് പണ്ടത്തെ എഴുത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ഷണ്ണൻ ആദ്യം തിരികെ വന്നതിന് ശേഷമോ മിഷണറി പ്രവർത്തനങ്ങൾക്കകത്തോ വന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ റിവൈവൽ മൂവ്മെൻറ്റും ഒക്കെ ആഫ്രിക്കയുമായിട്ട് വളരെ ബന്ധപ്പെട്ടുണ്ട്. മാർക്ക് എന്ന അപ്പോസ്തലനും ഈ ആഫ്രിക്കയിൽ വളരെ സുവിശേഷത്തിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ടാണ് ഹിസ്റ്ററി പറയുന്നത്. മാർക്ക് ആഫ്രിക്കയിൽ വന്ന് പ്രവർത്തിച്ചെന്ന് ചരിത്രം പറയുന്നു. അതെ. അപ്പോൾ അങ്ങനെ കർത്താവ് അയച്ച ആ ഫസ്റ്റ് ലൈനിൽ ഇന്ത്യയിൽ കേരളത്തിൽ വന്നതുപോലെ തന്നെ ഇവിടെയുമുണ്ട്. ഇപ്പോൾ ഇവിടെ ദൈവം നമ്മളെ അയക്കുന്നത് ഈ റെവലേഷൻസിലൊക്കെ പറയുന്ന പോലെ ചേർച്ചസിനൊരു കറക്റ്റീവ് ഇതിലേക്കും ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ നിരീശ്വരവാദികൾ കൂടി വരുന്നത് പോലെ ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തൊരു തലമുറ ഇവിടെ വന്നു. അവരുടെ നിഷ്കളങ്കത്വത്തിൻ്റെ അകത്ത് അറിവില്ലാത്ത തലമുറ, അങ്ങനെ വേർഷിപ്പ് ചെയ്യാത്തതും കണക്റ്റ് ആകാത്തതും ഒക്കെ. അപ്പം അതിന് ഈ ഈസ്റ്റ് ആഫ്രിക്കൻ മിഷൻ പ്രത്യേകിച്ച് നമ്മൾ 6 രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവം നമ്മളെ യുഗാണ്ടയിലാണ് നേരത്തെ അയച്ചത്. ഇപ്പോൾ യുഗാണ്ടയിൽ തന്നെ അടുത്ത നേഷൻസാണ്. ഒന്ന് കെനിയ ഉണ്ട്, ഒരു നൈറ്റ് ജേർണിക്ക് പോയിട്ട് വരാം. ഇപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ റുവാണ്ട ഒരു നൈറ്റ് ജേർണിക്ക് നമുക്ക് പോയിട്ട് വരാം. ഒരു നൈറ്റ് ജേർണി ക്രോസ് ചെയ്യാൻ പറ്റും. DRC കോങ്കോ, ഇവരെല്ലാം കൂടുതലും കോങ്കോളിസ് ആളുകളാണല്ലോ. DRC കോങ്കോ ഉണ്ട്, ടെൻസാനിയ ഉണ്ട്. ഒത്തിരി പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഏറ്റവും വലിയ രാജ്യത്തിൽ ഒന്നായി ഈ സൈഡിലുള്ള ടെൻസാനിയ ഉണ്ട്. പിന്നെ ക്രിസ്ത്യൻ നേഷൻസ് എല്ലായിടവും ഉണ്ട്. പക്ഷേ അവിടെ ഒരു റീബിൽഡിങ് എറയിലേക്ക് ദൈവം കൊണ്ടുപോകുന്നതായിട്ട് തന്നെയാണ് നമുക്ക്. ഇപ്പം വെസ്റ്റ് ആഫ്രിക്കയിലുള്ളതുപോലെ ഈസ്റ്റ് ആഫ്രിക്കയിൽ മൂവില്ല. നൈജീരിയയിലേക്ക് നമ്മൾ കേൾക്കുന്നത് നൈജീരിയ പോലെയുള്ള ഒരു മൂവ് ഈസ്റ്റ് ആഫ്രിക്കയിൽ വന്നിട്ടില്ല. അപ്പോൾ അതിന് വെസ്റ്റ് ആഫ്രിക്കയിലാകുമ്പോൾ അനേകം ദൈവദാസന്മാർ, ലോകം അറിയുന്ന അനേകം ശക്തന്മാരാകുന്ന ദൈവദാസന്മാർ. അങ്ങനെ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ യുഗാണ്ടയെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന റോബർട്ട് കയാൻജിയോ അല്ലെങ്കിൽ നമ്മൾ അന്ന് കണ്ട ജോഷുവ ലിബർ പാസ്റ്ററൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം നൈജീരിയയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 10,000 കൂടുന്ന ചേർച്ചുകളുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളോട് പ്രഭാതത്തിൽ സംസാരിച്ചപ്പോൾ അലൻ സംസാരിച്ചപ്പോൾ കോങ്കോയിലെ വലിയ ചർച്ച് എന്ന് പറഞ്ഞു. വലിയ ചർച്ച് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന 600 പേരാണ്, 600 ആണ്. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റിൽ തന്നെ 600 എന്ന് പറയുന്നത് ഒരു വലിയ ചർച്ചായിട്ടാണ്. അപ്പോൾ ആ നിലയിൽ വെസ്റ്റ് ആഫ്രിക്കയിൽ നടക്കുന്ന ഒരു മൂവ് ഈസ്റ്റ് ആഫ്രിക്കയിൽ നടക്കണം. അതിന് കർത്താവ് ഈ ഒരു ഈസ്റ്റ് ആഫ്രിക്കൻ മിഷൻ എന്ന് പല
പലരെയും കൂട്ടി വരുത്തി. ഇപ്പം അപ്പോസ്റ്റൽ ജോൺ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് മിനിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അദ്ദേഹത്തെ നമ്മളെല്ലാവരും കൂട്ടി വരുത്തി. ഗോഡ് വിൽ ഡു സംതിങ് ഇൻ ദ നെക്സ്റ്റ് 7 years എന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം. വളരെ മനോഹരമാകുന്ന ചില കാര്യങ്ങൾ കർത്താവ് ഈ ദേശത്ത് ചെയ്യുമെന്ന് വിശ്വസിക്കുക. അതിനെ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കണം. ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആഫ്രിക്കയിലെ നോർത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയാണ് കൂടുതലും പ്രാർത്ഥിക്കേണ്ടത്. ഈജിപ്റ്റ്, സുഡാന്, ലിബിയ, മൊറോക്കോ, വെസ്റ്റേൺ സഹാറ, ആ ഭാഗങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണം. അതിനോട് ചേർന്ന് കിടക്കുന്ന സൊമാലിയ, എറിട്രീയ, എത്തിയോപ്യ, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്ക്. അതിന് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കോങ്കോ ഉണ്ട്. കോങ്കോ തന്നെ 2 കോങ്കോ ഉണ്ട്. സുഡാൻ തന്നെ സൗത്ത് സുഡാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ടാൻസാനിയ ഉണ്ട്, കെനിയ ഉണ്ട്, മൊസാംബിക്കുണ്ട്, ഇപ്പുറത്ത് യുഗാണ്ട ഉണ്ട്, റവാണ്ട ഉണ്ട്. പിന്നെ വെസ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബെനിനുണ്ട്, ഗാന ഉണ്ട്, നൈജീരിയ ഉണ്ട്, നൈജറുണ്ട്. നൈജറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നൈജറുണ്ട്. പിന്നെ അവിടെ കാമറൂണുണ്ട്, ലൈബീരിയ ഉണ്ട്. അങ്ങനെ താഴോട്ട് സൗത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഉണ്ട്, അവിടെ ലെസോത്തോ ഉണ്ട്, അവിടെ തന്നെ സ്വാസിലാൻഡ് ഉണ്ട്, അവിടെ സാംബിയ ഉണ്ട്, സിംബാബ്വെ ഉണ്ട്. അങ്ങനെ 50-ലധികം രാജ്യങ്ങൾ ഉണ്ട്. 50-ലധികം രാജ്യങ്ങളിലാണ് 1.4 ബില്യൺ ആളുകൾ താമസിക്കുന്നത്. അതിൽ മിക്ക രാജ്യങ്ങളിലും ചലനങ്ങൾ നടക്കുന്നുണ്ട്. മലാവി പോലെയുള്ള ചെറിയ രാജ്യങ്ങളിൽ വരെ ഒരു പരിശുദ്ധാത്മ ചലനം നടക്കുന്നുണ്ട്. അത് ചിലതൊക്കെ ഡയറക്ഷൻസ്, ചില ലക്ഷ്യങ്ങൾ മാറിപ്പോകുന്നുണ്ട്. സംഘർഷങ്ങൾ വിവിധ നിലകളിലുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു തലമുറ എഴുന്നേൽക്കുകയാണെങ്കിൽ, ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. തന്നെയുമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അനേക വർഷങ്ങൾ ഈ പേരുകൾ എനിക്കിപ്പം ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 10-30 രാജ്യങ്ങളുടെ പേരുകളെങ്കിലും ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റും. 50-ലധികം രാജ്യങ്ങളുണ്ട്, 50ഓളം രാജ്യങ്ങൾ. രാജ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നവരെ ഇവിടെ കൊണ്ടുവരും. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചവരെ, വർഷങ്ങൾ ഒരു ദേശത്തിന് വേണ്ടി, ഒരു കോണ്ടിനെൻറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചവരെ തീർച്ചയായിട്ടും കർത്താവ് ആ ദേശങ്ങളിൽ കൊണ്ടുപോകും. അങ്ങനെയുള്ള ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കും. ഈ സമയത്ത് ഇവിടെയുള്ള സഹോദരന്മാർ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത് ഫൈനൽ പ്രെയർ. So I request all the pastors who are here to pray for our dear friends in India. Please pray together. You please pray for our Seigneur Jésus, nous te sommes reconnaissants. Merci pour tout ce que tu fais et pour tout ce que tu continues de faire, Seigneur Jésus, pour ton peuple. Merci, oh Seigneur. Nous prions pour l'Inde. Nous prions pour tous les bien-aimés qui sont là-bas, Seigneur Jésus. Bénis-les au nom de notre Seigneur Jésus-Christ. Nous prions la bénédiction, Seigneur. Bénis-les, protège-les au nom de notre Seigneur Jésus-Christ. Merci pour toutes choses que tu vas faire et que tu vas accomplir dans leur vie, dans leur famille, Seigneur Jésus-Christ. Merci pour toutes choses. Merci pour toutes sortes de bénédictions que tu vas les bénir en Jésus-Christ, Seigneur Jésus-Christ. Nous les bénissons, Seigneur Jésus-Christ. Qu'ils soient bénis au nom de notre Seigneur Jésus-Christ. Merci Dieu. Merci Seigneur Jésus-Christ. Merci Seigneur, tu vas les assister, tu vas les aider, tu vas les bénir au nom de notre Seigneur Jésus-Christ. Merci Seigneur pour toutes bénédictions. Merci Seigneur Jésus-Christ pour toutes choses que tu vas faire pour leur faveur et pour leur famille, pour leur ministère. Au nom de notre Seigneur Jésus-Christ, on l'a ainsi prié. Amen. Amen, amen. Hallelujah. Glory to Jesus. ആമേൻ. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ
നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.